നമ്മളിപ്പോ ഇലക്ഷന്റെ ചർച്ച അന്താരാഷ്ട്ര ചർച്ചയ്ക്കാണ് പോയത്. ഇത് ഇലക്ഷനെ ബാധിക്കുന്ന വിഷയമാണല്ലോ. പിന്നെ ഇവിടെ ഈ BJPക്ക് വോട്ടിന്റെ കാര്യത്തില്, പോൾ ചെയ്യപ്പെടുന്ന വോട്ടിന്റെ കാര്യത്തില് ഹമാസ് ഇസ്രായേൽ യുദ്ധം പോലും ഘടകമാണ്. തർക്കമൊന്നുമില്ല. നമ്മുടെ കഴിഞ്ഞ കുറച്ച് സ്റ്റേറ്റുകളിൽ നടന്നിട്ടുള്ള ഇലക്ഷനില് ഇതൊരു വിഷയമായിരുന്നു. ഹമാസിന് കോൺഗ്രസ് കൊടുക്കുന്ന പിന്തുണ എന്നുള്ള രീതിയിൽ വന്നിട്ട് അവരുടെ വോട്ട് പോയിട്ടുണ്ട്. നമ്മളിതില് ചർച്ച ചെയ്യപ്പെടാതെ പോയ 2 മണ്ഡലങ്ങളുണ്ട് ഒന്ന് കാര്യമായിട്ട്. അതൊന്ന് നമ്മളുടെ തൃശ്ശൂർ മണ്ഡലവും അതുപോലെ തന്നെ തിരുവനന്തപുരമാണ്. നമുക്ക് ഈ തൃശ്ശൂർ മണ്ഡലത്തിനെ പറ്റി പറഞ്ഞപ്പോൾ BJP അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ശരിക്കും നമ്മുടെ ഈ ചർച്ച നമ്മുടെ അടുത്ത ഘട്ടത്തിലായിരിക്കും ഇത് കൃത്യമായിട്ട് വരിക. കാരണം നമ്മുടെ ഈ സർവേ എടുക്കാൻ പോയ ഒരാൾ വരാനുണ്ട്, റിജു ഇപ്പോൾ സർവേയിലാണ്. അപ്പോൾ സർവേ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി സാമ്പിൾസ് കൂടുതലെടുത്ത് നടത്തുന്ന സർവേയാണ്. 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഈ പൊതുജനങ്ങൾ വന്ന് ചേരുന്ന ഇടങ്ങളിൽ എടുക്കുന്നു, ഇപ്പോൾ ബസ് സ്റ്റാൻഡ് അതുപോലുള്ള സ്ഥലങ്ങൾ എടുക്കുന്നു. അപ്പോഴൊന്നും നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെടുത്താൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് അറിയാൻ കഴിയില്ല. അപ്പോൾ അവർ പക്ഷേ അങ്ങനത്തെ പുറത്തുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പോൾ അവരെടുത്തുകൊണ്ടിരിക്കുന്നത് വീടിനകത്തേക്കുള്ളതാണ്. അതുകൂടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരിക്കുള്ളത് പുറത്തു വിടാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ഘട്ടത്തിൽ പുള്ളി വന്നു കഴിഞ്ഞാൽ ഇത് ഞാൻ പറയുന്നേക്കാളും ഇതായിട്ട് കുറച്ചും കൂടി ആൾക്ക് പറയാൻ കഴിയും. എനിക്കിപ്പോൾ ഈ തൃശ്ശൂരത്തെ ഒരു ഇതിൽ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഞെട്ടിപ്പോകുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടാണ്. കഴിഞ്ഞ 2019 കിട്ടിയ വോട്ട് 2,93,000 വോട്ട് അദ്ദേഹം പിടിച്ചു എന്നുള്ളതാണ്. അന്ന് LDFന് 3,21,000. അപ്പോൾ വെറും 30,000 വോട്ടിന്റെ ഡിഫറൻസിലാണ് ഇവർ തമ്മിൽ നിൽക്കുന്നത്. UDF ആണെങ്കിൽ 4,15,000 വോട്ട്, 10,93,000 വോട്ടിന്റെ ഭൂരിപക്ഷം അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തൃശ്ശൂര് സുരേഷ് ഗോപി നിന്നപ്പോൾ UDFന്റെ വോട്ടുകൾ, അതിനു മുമ്പ് കിട്ടിയ വോട്ടുകൾ അതേപോലെ നിൽക്കുകയും LDFന്റെ വോട്ടുകളിൽ വലിയൊരു വിഭാഗം ആളുകൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഈ 2,93,000 വോട്ടിൻ്റെ ഇതിൽ വന്നത്. അതിനുശേഷം സുരേഷ് ഗോപി ഇവിടെ രണ്ടാമത് നിൽക്കുമ്പോഴുള്ള അദ്ദേഹത്തിനുള്ള പ്ലസ് പോയിന്റുകൾ ഒരുപാടാണ്. ഒന്ന്, കഴിഞ്ഞ തവണ ആൾ നിൽക്കുമ്പോൾ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തോന്നിയ ആളുകൾ വളരെ കുറവാണ്. ഇപ്പം അതല്ല. കാരണം 2 തവണ ഈ മോദിയുടെ വരവ് ഇനിയും വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ കഴിഞ്ഞ തവണ കോൺഗ്രസിന് അനുകൂലമായിട്ട് വലിയൊരു ഘടകം എന്ന് പറയുന്നത് ശബരിമല മാത്രമല്ല, അവർ ചിലപ്പോൾ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതായിട്ടുള്ള കേരളത്തിലെ ആളുകളുടെ ബോധ്യം കൂടിയുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു ഇത് കൂടി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മറ്റൊരു, അപ്പോൾ അതുകൊണ്ട് അത്തരം രീതിയിലേക്ക് UDFന് വോട്ട് പിടിക്കാൻ കഴിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ UDFന്റെ വോട്ട് കുറയുന്നത് എവിടെയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് പിന്നെ ഒരു കുറച്ച് 2% കുറഞ്ഞു നിൽക്കുക. ഈ 2% വോട്ട് ആർക്കാണ് കിട്ടുക എന്നുള്ളതാണ്. അവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ഭരണം ഭയങ്കര പരാജയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരള ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പോളിംഗ് കൂടി ഉണ്ടായിരിക്കും. ആ പോളിംഗ് ശരിക്കും UDFനാണ് കിട്ടേണ്ടത്. അപ്പോൾ UDFന്റെ കുറച്ച്, ഇപ്പോൾ ശബരിമല ഫാക്ടർ ഇല്ല, രാഹുൽ ഫാക്ടർ ഇല്ല, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം പിടിക്കുമെന്നുള്ള ഫാക്ടറും ഇല്ല. അതുകൊണ്ട് അവർക്ക് കുറയുന്ന വോട്ടുകൾ ഈ ഭരണവിരുദ്ധ വികാരം കൊണ്ട് കൂടുതൽ കിട്ടേണ്ടതാണ്. പക്ഷെ ആ സ്ഥലത്ത് അത് അർഹതപ്പെടാൻ ഒരു സ്ഥാനാർത്ഥി കൂടി ഉണ്ട്. കാരണം BJPക്കും കിട്ടാൻ മതി. അപ്പോഴാണ് ഇദ്ദേഹം മുകളിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്നു, ഇവിടെ നിന്ന് കിട്ടുന്നു. അപ്പോൾ ഇതിനെ തടയാൻ മാത്രമുള്ള ഒരു കാൻഡിഡേറ്റ് ആണോ സുനിൽ എന്നുള്ളതാണ്. സുനിൽ ഒരു 2-3 തവണ MLA ഉള്ള വ്യക്തിയാണ്. തൃശ്ശൂരിന്റെ ലോക്സഭാ മണ്ഡലങ്ങളിൽ തന്നെ ആൾ അദ്ദേഹം ഇരുന്നിട്ടുണ്ട്. പിന്നെ കൃഷിമന്ത്രിയായിരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ആൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് നിങ്ങൾ ഏത് സമുദായമായാലും അദ്ദേഹത്തിന് നല്ല ഒരു ബന്ധം, ഒരു വ്യക്തിപ്രഭാവം ഉണ്ടെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു വർക്കിംഗ് അറിയാം, ഒരു പ്രതാപനിസം ഉണ്ട് അതിൽ. ഇങ്ങനെ പിടിക്കുന്ന ഒരു രീതി പുള്ളിക്കുണ്ട്. എല്ലാവരെയും ഈ കോൺഗ്രസ്സുകാർക്കുള്ള ഒരു രീതിയാണ്, അത് കോപ്പി അടിച്ചുള്ളതാണ് സുനിലിന്. അപ്പൊ ഇതെല്ലാവരെയും അങ്ങനെ കുട്ടിപ്പിടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. ഈ 3 സ്ഥലത്ത് മത്സരിച്ചപ്പോഴും ആൾക്ക് ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ചോർന്നതുപോലെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ചോരാനുള്ള യാതൊരു സാധ്യതയില്ല. അപ്പോൾ പിന്നെ നഷ്ടപ്പെടുക പറഞ്ഞാൽ ഇദ്ദേഹം ആരുടെ ഒപ്പാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ നമ്മൾ പറഞ്ഞ വ്യക്തിയൊക്കെ ഓക്കെ, പക്ഷെ രാഷ്ട്രീയം എന്താണ്? അത് പിണറായിക്ക് ജയ് വിളിക്കുന്ന രാഷ്ട്രീയമാണല്ലോ.
ആണെങ്കിൽ പോകും. അത് അത് ഞാൻ പറഞ്ഞത് കരുവന്നൂർ ബാങ്ക് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഷയം അവിടെയുണ്ട്. ഈ കരുവന്നൂരിൻ്റെ വിഷയത്തിൽ സുനിലിന് അഭിപ്രായമില്ല. സുനിലിന് അഭിപ്രായം പറയാൻ പറ്റില്ല. സുനിലിന് അഭിപ്രായം പറഞ്ഞാൽ സുനിൽ പെട്ടു. പിന്നെ LDF-ന്റെ വോട്ടൊക്കെ ചോരും. സിദ്ധാർത്ഥൻ കൊല്ലപ്പെട്ടു. അതെ, ആ വിഷയത്തിൽ സുനിലിന് അഭിപ്രായം ഉണ്ടാവില്ല. അഭിപ്രായപ്പെട്ടാൽ സുനിൽ പെട്ടു. കരുവന്നൂർ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് തന്നെയാണല്ലോ. അതെ, അപ്പോൾ അവിടെ അതിൽ ഒരു നിശബ്ദത പാലിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ഒന്ന് പറഞ്ഞില്ല നെഗറ്റീവാണ് അല്ലേ? നെഗറ്റീവാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ എത്ര ബന്ധങ്ങൾ വെച്ചാലും ശരി, ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ കഴിയും. ഇപ്പൊ കരുവന്നൂർ ബാങ്കിലെ ഇരകൾ, ആ ഇരകൾക്ക് പൈസ തിരിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് പറയുന്ന ആളിപ്പോൾ സുരേഷ് ഗോപിയായിട്ട് മാറിയിരിക്കുകയാണ്. പുള്ളി അവിടെ ജാഥ നടത്തൽ പറ്റുന്നതൊക്കെ ആയിട്ട് അവിടെ ജനങ്ങളുടെ വിശ്വാസം ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ വെറുതെ നിൽക്കുകയാണ് ഇവിടെ, എന്നാലും ജയിക്കാൻ സാധ്യതയില്ല എന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്യാത്ത കുറേ ആളുകളുണ്ടായിരുന്നു. അവർ പ്രാവശ്യം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മത്സരം BJP UDF ആയിട്ട് മാറുകയാണ്. ശരിക്കും BJP LDF ആയിട്ട് മാറേണ്ടതാണ്. പക്ഷെ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം സുനിലിൻ്റെ പാർട്ടിക്ക് അല്ല സുനിലിൻ്റെ മുന്നണിക്ക് എതിരായതുകൊണ്ടാണ് ഇവർ തമ്മിൽ തന്നെ മത്സരമായത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ആര് സർവേ എടുക്കുമ്പോഴും കാണുന്നത് 3-ാം സ്ഥാനത്താണ് സുനിലിനെ കാണുന്നത്. പക്ഷെ സുനിലിന്റെ പ്രവർത്തനങ്ങളും മറ്റൊന്നും നോക്കുമ്പോൾ സുനിലാണ് 1-ാം നമ്പർ നമുക്ക് തോന്നും. പോസ്റ്ററിന്റെ എണ്ണത്തിലാണ് കേട്ടോ അങ്ങനെ നോക്കുമ്പോൾ. അപ്പം സുനിലിന്റെ വിജയം വളരെ പരിതാപകരമായ ഒരു പ്രവചനമായിട്ട് വരും. അങ്ങനെ ഞാൻ ആളാണ് ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് ചെയ്യാൻ കഴിയില്ല. അന്ന് ഇപ്പോഴും ഏറ്റവും കൂടുതൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയുന്ന ഒരു ഭാഗം ഇത് തന്നെയാണ്, മുരളീധരനല്ല. ഇവർ ഈ 3 പേര് കൂടിയിട്ട് തുല്യശക്തികളായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരാൾക്കൊരു അല്പം വോട്ട് കൂടി അപ്പോൾ അപ്പുറത്ത് വേറെ പ്രശ്നമാകും. അങ്ങനെ ഇത് എണ്ണുമ്പോൾ രസമായിരിക്കും. പണ്ട് കഴിഞ്ഞ നിയമസഭയിൽ ഇതുപോലെ മത്സരിക്കാൻ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു തൃശ്ശൂർ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളാണ് അവിടെ ജയിച്ചത്. CPIയുടെ കാൻഡിഡേറ്റാണ് അവിടെ ജയിച്ചത്. പാലേന്ദ്രൻ പോലും വിചാരിച്ചിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ 3 പേർക്ക് പങ്കുവയ്ക്കുമ്പോൾ വരിക. ഇനി ഇവരുടെ റിപ്പോർട്ട്, റിജുവിന്റെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ പറയാൻ കഴിയും. തിരുവനന്തപുരത്തെ കുറിച്ചാണ്. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ വ്യക്തിപ്രഭാവമാണ് അവിടുത്തെ ഒരു പ്രധാന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ശശി തരൂരെ സംബന്ധിച്ചിടത്തോളം 100,000-ഓളം ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. എന്നാൽ എനിക്കിപ്പോഴും തോന്നുന്നത് ശശി തരൂരിൻ്റെ ഒരു വ്യക്തിപ്രഭാവത്തിന് തന്നെ ആയിരിക്കും അവിടെ വോട്ട് മുൻതൂക്കം എന്ന് പറയുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അത്ര വലിയ ഇതിലെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ ഒരു വലിയ ഭീഷണി അതിന് ഉയർത്താൻ കഴിയുന്നുണ്ട്. പിന്നെ പന്ന്യൻ എന്ന് പറഞ്ഞ കക്ഷി, ഈ പന്ന്യൻ നിർത്തിയതുകൊണ്ടുള്ള ഗുണം എന്താ അറിയാം, എലക്ഷനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് LDF-ന് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജയിക്കാൻ കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. മുമ്പ് ഇവർ ഒരു അപ്രധാനമായ സ്ഥാനാർത്ഥിനെ CPI-ക്കാർ പണം വാങ്ങി മത്സരിച്ചിട്ടൊരു സ്ഥലമുണ്ട് അവിടെ, ഒരു കാലം ഉണ്ടായിരുന്നു. അത്രയ്ക്കും ഇവർ വിട്ടുകളഞ്ഞൊരു സീറ്റായിരുന്നു ഇത്. ഒരു സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടുള്ളൊരു ഏതാവ് ഉയർന്ന് എനിക്കറിയില്ല. ജയശങ്കറിനെ പോലെ നല്ല ഓർമ്മയുണ്ടെങ്കിൽ ഇതൊക്കെ പറയാം. അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം അതിൽ നിന്ന്, ആ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ 2,58,000 വോട്ട് പിടിക്കാൻ LDF-ന് കഴിഞ്ഞു എന്ന് പറയുന്നത് വലിയ വിജയമാണ്. 3-ാം സ്ഥാനം ആണെങ്കിൽ പോലും അതൊരു നല്ല വോട്ടിൻ്റെ ബലത്തിൽ, ഒരു 2.5 ലക്ഷം വോട്ടിൻ്റെ ബലത്തിൽ നിലനിർത്താൻ LDF-ന് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരിക്കലും ഒരു നിലയ്ക്കും അവർ രണ്ടാമത് പോലും ആവാൻ പോകുന്നില്ല. പിന്നെ ശശി തരൂരിൻ്റെ വിജയത്തിനുള്ള ഏറ്റവും പ്രധാന വ്യക്തിപ്രഭാവം തന്നെയാണ്. ഇറ്റ്സ് എ ജീനിയസ് എന്നുള്ളൊരു രീതി ആളുകളുടെ ഇടയിലുണ്ട്. പിന്നെ കോൺഗ്രസിൽ തന്നെ അദ്ദേഹമാണ് പ്രസിഡന്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും നമ്മുടെ നാട്ടിലുണ്ട്. അദ്ദേഹത്തെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഉയർത്തി കാണിച്ചാൽ കോൺഗ്രസിൽ കുറച്ചുകൂടി മുന്നേറാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഈ പുതിയ വോട്ടർമാരുടെ ഇടയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ ആരാധനയോടെ നോക്കുന്നൊരു വ്യക്തിയാണ് ശശി തരൂർ. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ, ഇതൊക്കെ അവർ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ആരാധനയൊക്കെ വോട്ടായിട്ട് ഒരുപക്ഷെ ഒരു പ്രതിപക്ഷ നേതാവായിട്ടെങ്കിലും അടുത്ത മന്ത്രിസഭയിൽ സാധ്യതയുള്ള ഒരു ആള് തന്നെയാണ്. അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയില്ല. പിന്നെ ഒരു സാധ്യതയുള്ള സ്ഥലം ഇപ്പോൾ പറയുന്നത് പത്തനംതിട്ടയാണല്ലോ. പത്തനംതിട്ട. പക്ഷെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അത്ര അങ്ങോട്ട് പോരാ.
അത് എന്തുകൊണ്ടെന്ന് പുതിയത് ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് തോന്നുന്നല്ലേ? അതുകൊണ്ട് മാത്രമല്ല, അത് ഈ പൊതുസമൂഹത്തിന് ചില അവരുടെ കുറെ ടാബൂസ് ഉണ്ട്. അതായത് ആന്റണിയുടെ മകൻ അങ്ങനെ പോകാൻ പാടില്ലായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെയുള്ള ചില സാധനങ്ങളുണ്ടല്ലോ. കുരുത്തം കെട്ടു അത് അങ്ങനെയാണ്. കാരണം ഇയാൾ ചിലപ്പോൾ അടുത്ത തവണ കുഴപ്പമുണ്ടാവില്ല. കാരണം അത് ആളുകൾക്ക് അത് രീതി ശരിയായി, അയാൾക്ക് BJP ആയല്ലോ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആളുകൾ ഇങ്ങനെ, ഞാൻ പറയുന്നത് കോൺഗ്രസ്സുകാരെ കാര്യമല്ല പറയുന്നത്, ഈ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ മതിപ്പുണ്ടാക്കാൻ അനിൽ ആന്റണിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു അവസാനമായിട്ട് എൻ്റെ ഒരു സംശയമാണ്, ഈ നമ്മുടെ രാഹുൽ ഗാന്ധി വയനാട് ഇപ്പോഴും ഉണ്ടല്ലോ. രാഹുൽ ഗാന്ധിക്കെതിരെ എന്തിനാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി വെക്കുന്നത്? അതിന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നിലപാടുള്ള കക്ഷികളല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സാധനം തെരുവിൽ കൊണ്ടിട്ട് വിൽക്കുകയാണ്. അപ്പം അത് വിറ്റ് പോകാൻ വേണ്ടി എന്തൊക്കെ പറയാം അത് പറയലാണ് അവരെ പണി. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല, നിലപാടില്ല, ഒരു നിലപാടുമില്ല. അത് ഇവിടെ രാഹുൽ ഗാന്ധിയെ പറ്റിയിട്ട് എന്തൊരു വളരെ മോശം ഇതൊക്കെ പറയുന്നത്, എന്താണ് പറയാ, അദ്ദേഹത്തെ ആകെ എല്ലാ BJP-കാരാണ് സ്ഥിരമായിട്ട് പറയുന്നത്. അതന്നെ ഇവരും പറയും, പപ്പുമോൻ ഇത് തന്നെ പറഞ്ഞിട്ട് ഇതേ ഫോട്ടോ വെച്ച് അവിടെ വോട്ട് പിടിക്കും. എവിടെ ഇവിടെ അതുപോലെ ഇവരെ കാല് പിടിച്ചിട്ട് രാജസ്ഥാനിൽ സീറ്റ് മേടിക്കും. ഇവർക്ക് അങ്ങനെയൊന്നുമില്ല. ഇവർ കൊണ്ടുവച്ചിട്ടുള്ള സാധനം അത് അവർ ഫുട്പാത്തിലാണ് കൊണ്ടുവയ്ക്കുന്നതേ. ഒരു വലിയ കാപട്ടിയല്ലേ നമ്മളെ വളർന്നു വിജയിച്ച കാപട്ടിയാണ്. അതെ, വളർന്നു വിജയിച്ച കാപട്ടിയാണ്. അതാണ് ശരിയാണ്, വിജയിച്ചു. പക്ഷെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്നെ കാണുന്നത് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ഒരു ഭൂമികയിൽ പുതിയതായിട്ട്, അല്ലെങ്കിൽ ഈ ഇലക്ഷനെ കുറിച്ചും ഇതുപോലെയൊക്കെ കാണാൻ പുതിയതായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ഇനി വരാനില്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര എൻഡൈസിങ് അല്ല. ഈ കാവടിയൊന്നും അവർ താല്പര്യപ്പെടുന്നില്ല. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇതിലെന്താ കാര്യമുള്ളത്, ഒരു നൈതികതയുടെ വിഷയം അവർ അതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഒരു തിരിച്ച് കൊള്ളുന്നൊരു സംഭവമായിട്ടും ഒരു ബൂമറാങ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ലോകത്ത് മുഴുവൻ അവരില്ലാതായത് ഇതുപോലുള്ള നയങ്ങൾ കൊണ്ടാണ്. ഇവിടെയും സ്വാഭാവികമായിട്ട് ഇല്ലാണ്ടാവും. പക്ഷെ ഒരു സാധനത്തിന് ഇല്ലാണ്ടാവണമെങ്കിലും കുറച്ച് സമയം വേണം. അതാണ് അതിന്റെ കാര്യം. ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഇവര് കൊണ്ടുവരുന്ന ഈ പ്രൊഡക്റ്റ് ഈ ഫുട്പാത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നു, ഇത് ഇവിടെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അത് വിറ്റ് പോകാൻ അപ്പൊ പറയുന്ന കാര്യം അങ്ങോട്ട് പറയണം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവർക്ക് അങ്ങനെ വേറെ ഐഡിയാസ് ഒന്നുമില്ല. എന്താണുള്ളത്, അവര് ഏതെങ്കിലും അവർക്ക് BJP-യോടൊപ്പം കൂടാനും അവർക്കൊരു യാതൊരു പ്രശ്നമില്ല. അത് കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ VP സിംഗിന്റെ മന്ത്രിസഭ നിലനിന്നിരുന്ന ഇവർ ഒരുമിച്ചാണല്ലോ, അത് നമുക്ക് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ. പിന്നെ നമ്മൾ ഈ BJP-യിൽ നിന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഭാഗങ്ങളിലും മുഴുവൻ ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നറിയോ, ആ ഒറ്റ രാഷ്ട്രീയം, ഒരു രാഷ്ട്രീയം ഇതൊന്നും പറയുന്നില്ല, മോദിയുടെ രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല. അതെ, കോൺഗ്രസ്സുകാർക്ക് വോട്ട് ചെയ്താൽ അവർ BJP പോകും. ഇതല്ലാതെ വേറെ ഒന്നും ഇപ്പോ, കാരണം നിങ്ങൾക്ക് അപ്പൊ വോട്ട് കിട്ടാൻ എന്താണ് പറയാൻ പറ്റുക എന്നുള്ളത്. അപ്പൊ സുധാകരൻ എന്ന് പറയുന്ന ഇപ്പൊ കണ്ണൂർ സർവേ എടുത്തപ്പോ ഉണ്ടായുള്ള സംഭവം, അവിടുത്തെ മുസ്ലിം ജനങ്ങളുടെ ഇടയിൽ മുഴുവൻ പറഞ്ഞിട്ടുള്ള സംഭവം അതാണ്. അതന്നെ അവരും പറയുന്നത്. സുധാകരന്റെ ഏറ്റവും ഈസി ആയിട്ട് ജയിക്കേണ്ട ഒരു കാൻഡിഡേറ്റ് ആണ് സുധാകരൻ. കണ്ണൂരിന്റെ ഒരു രീതി അനുസരിച്ച് കണ്ണൂർ ഒരു UDF മണ്ഡലമാണ്, ജയിക്കേണ്ട ആളാണ്. പക്ഷെ ഇപ്പോൾ ആൾ സ്ട്രഗിൾ ചെയ്യാണ് ഈ ഒറ്റ വിഷയത്തിൽ. കാരണം ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ വിജയിച്ച തന്ത്രങ്ങളാണ് ഇതൊക്കെ. ഇപ്പൊ ഇവരവിടെ പറഞ്ഞുള്ളത് ഇതാണ്. ഇയാൾ പണ്ട് ശാഖയ്ക്ക് കാവല് നിന്നുണ്ടായിരുന്നു, ഇതൊക്കെ ഇയാളെ ഒരു പ്രസ്താവന എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ചിട്ട് ഇയാൾ BJP-യിൽ പോകുന്നു പറഞ്ഞിട്ട് മുസ്ലിം സമൂഹത്തിന്റെ ഇടയിൽ അത് മാത്രമേ പറയുന്നുള്ളൂ. മറ്റൊരു ഇന്റർവ്യൂവിലും പറയുന്നതായിട്ട് കേട്ടു. അതായത് എന്താണ്, BJP-യിൽ ചേരുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നിലവിൽ ചേരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഭാവിയിൽ അത് പറയാൻ പറ്റില്ല. ആളകരുത്ത ഒരാളൊന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ, പക്ഷെ ഇവർക്ക് അങ്ങനെ പറഞ്ഞ് അവിടെ ജയിക്കാൻ അതാണ് സാധ്യത എന്ന് വെച്ചാൽ അത് പറയണം. ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഈ നമ്മൾ ബംഗാളിലെ ഒരു വോട്ടിംഗ് നില നോക്കിയാൽ കോൺഗ്രസ് ശോഷിച്ചു. അതിന്റെ കാരണം എന്താണ്, കോൺഗ്രസിൽ നിന്ന് ആളുകളൊക്കെ ദീദിയിലൊപ്പം പോയി. നമുക്കറിയാൻ പറ്റുന്ന കാര്യമാണ്. കുറെ പേരെ തല്ലുക, അവരങ്ങോട്ട് പോയി. BJP എന്ന് പറഞ്ഞൊരു കക്ഷി ഇവിടെ 45% 50% വോട്ടുണ്ടായിരുന്ന CPM 10-ൽ താഴെ ശതമാനം ആവുകയും ആ ഡിഫറൻസ് മുഴുവൻ BJP-യിലാണ് പോയിട്ടുള്ളത്. BJP-യിലേക്ക് പോയിട്ടുള്ളത് CPM-ൽ നിന്നാണ് BJP-യിൽ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ളത്. അല്ലാണ്ട് ഇപ്പൊ വേറെ ആളെ ബ്രഹ്മാവോടെ സൃഷ്ടിച്ചിട്ടൊന്നല്ലോ BJP-ക്ക് ഈ ആളുണ്ടായിട്ടുള്ളത്. ഈ മമത കൊണ്ടുപോയത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് കൺവെർട്ട് ചെയ്യായിരുന്നു നമുക്കറിയാവുന്ന കാര്യമാണ്. കുറച്ച് പേര് മാത്രമേ കോൺഗ്രസിൽ ഇപ്പോൾ ബാക്കിയുള്ളൂ. അത് അങ്ങോട്ട് രൂപം മാറി TMC. TMC-യിലേക്ക് CPM-ന്റെ ആരാ പോയെന്നറിയോ?
സന്ദേശ് ഗേരിയിലുള്ള ആളാകും. അതുപോലത്തെ ഗുണ്ടകൾ മാത്രമാണ് പോയത്. ഷാജഹാൻ അയാളെ പോലുള്ള ആളുകൾ മാത്രമാണ് അവർ പോയത് TMCയിലേക്ക് പോയത്. അപ്പോൾ BJPയിലേക്ക് ഏറ്റവും പോയത് ഇയാൾ തന്നെ. ഇപ്പം ഈ എന്തോ ഒരു മെർമു എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. 2019 പുള്ളി നേരിട്ടിട്ട് MLA ആയിരിക്കുമ്പോൾ CPM ടിക്കറ്റിൽ MLA ആയിരിക്കുമ്പോൾ നേരെ മത്സരിക്കുകയും ചെയ്തത്, BJP ടിക്കറ്റിൽ മത്സരിക്കുകയും ചെയ്തത്. ഇപ്പൊ ഒരു പെൺകുട്ടീനെ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ അലക്ഷ പ്രചാരണത്തിന്റെ ഇടയിൽ ചുംബിച്ചു എന്ന് പറഞ്ഞിട്ട് പുള്ളി പുലുവല്ല വിട്ട് വരും. അത് CPMന്റെ ആളാ. അപ്പൊ ഇതൊക്കെ ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലായത്, ഈ BJPയിലേക്ക് പോയി എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തിയാൽ അങ്ങനെ ഏറ്റവും കൂടുതൽ ആളുകൾ പോയിട്ടുള്ളത് CPM ഇതാണ്. അല്ല മാത്രമല്ല ഈ എന്തിനാണ് കോൺഗ്രസ് BJP പോകുന്നതിന്റെ കാരണം? കോൺഗ്രസിന് ബദലായി ഒരു പാർട്ടി BJPയാണ്, BJPക്ക് ബദലായിട്ട് കോൺഗ്രസ് ആയതുകൊണ്ടാണ് പോകുന്നത്. നിങ്ങൾ CPMന് പോയാൽ നിങ്ങൾ വേറെ വഴി കൂടെ അത് BJPയിൽ തന്നെ എത്തും. കാരണം അവർക്ക് വേറെ പ്രശ്നമില്ല. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ BJP ആയിട്ട് ചേർന്ന് നിൽക്കേണ്ട ഒരു ഘട്ടം വന്നാൽ CPM ചെയ്തിട്ടുണ്ട്, പുറത്തുനിന്ന് പിന്തുണയ്ക്കും. അങ്ങനെയാണ് VP സിംഗിന്റെ ഗവൺമെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ CPMൽ പോയാൽ ഒരിക്കലും BJPക്ക് എതിരാവാൻ പോകുന്നില്ല. കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോകുന്നതിന്റെ കാരണം കോൺഗ്രസ് BJPയും അത് രണ്ട് ആശയങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നതുകൊണ്ടാണ്. രണ്ട് ആശയങ്ങളാണ്. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമൊക്കെ ആണെങ്കിലും നമ്മളുടെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ അതൊരു അനൗചിത്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ സംഭവിച്ചല്ലേ, അവരെന്തിനാണ് നിന്നതെന്ന് നമുക്കറിയില്ല. ജ്ഞാനരാജയെ പോലെ ഉള്ള ഒരു പ്രഗത്ഭമതിയായ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ ആദരണീയ വ്യക്തിത്വമുള്ള ഒരു സ്ത്രീ, അദ്ദേഹത്തെ ആ സ്ത്രീയെ അവിടെ കൊണ്ടുവന്ന് നിർത്തി പരിതാപകരമായ രീതിയിൽ പരാജയപ്പെടുത്തേണ്ട യാതൊരു കാര്യവും എന്താ ആ മറ്റേ കക്ഷി തന്നെ മതിയായിരുന്നു. ഏത് ഗണപതി വട്ടം ഉണ്ടാക്കായിക്കോട്ടെ, അങ്ങനെ അതിന് ഓപ്പൺ ഫൈറ്റ് ഇട്ട് കൊടുക്കല്ലേ നല്ലത്. പക്ഷെ വേറെ കാര്യമുണ്ട്, രണ്ടാമത്തെ കക്ഷിയായിട്ട് BJP മാറുന്ന ഒരു സ്ഥിതി വരും അവിടെ. പൊളിറ്റിക്കലാണ് അത്. അതിനെ നമ്മൾ ഈ ഫുട്പാത്ത് കച്ചവടമായിട്ട് പറയാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥലം രണ്ട് വരും. ഇപ്പോൾ 2020 സ്ഥാനാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇവിടെ രണ്ട് സ്ഥലത്തും വന്നത്? അവർക്ക്, ഞാൻ ഉദ്ദേശിച്ചത് ചാലക്കുടിയിലും എറണാകുളത്തും എന്തുകൊണ്ട് നിന്നു? ഒരു കാരണം, അവർക്ക് ഇത്ര ശതമാനം സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നുള്ളതുകൊണ്ട്, അവരുടെ പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് ഇത്ര ശതമാനം മിനിമം 2 പേരെങ്കിലും മത്സരിപ്പിക്കണം എന്നുള്ളത് ഒരു കാരണമാണ്. എന്നാൽ അതേപോലെ തന്നെയാണ് അവർക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് അവർ മുമ്പ് അറിഞ്ഞിട്ടുണ്ട്. 7 സീറ്റ് സ്ഥാനാർത്ഥികൾ നിർത്തിയപ്പോൾ. അപ്പോൾ അവര് ആർക്ക് വോട്ട് ചെയ്യും? അവരവരുടെ പാർട്ടിക്ക് തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി അവർ നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുള്ളൂ ഇവര് ഈ ചെയ്യുന്നതല്ല. അങ്ങനെ അത് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അത് കടുംപിടുത്തത്തിലേക്ക് പോകാതിരിക്കുക നല്ലത്. അല്ല, ഞാൻ അതിലെ ഒരു നൈതികത പറഞ്ഞതേ ഉള്ളൂ. നൈതികതയുള്ള ഒരു നൈതികതയും കമ്മ്യൂണിസം തമ്മിൽ ബന്ധമില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ചരിത്രത്തിൽ നീതി പുലർത്താത്ത ഒരു ആശയമാണ്. അത് ബോധ്യപ്പെടാൻ തന്നെയാണ്. ചരിത്രത്തോട് നീതി പുലർത്താത്ത, ചരിത്രത്തിൽ വ്യക്തികളോട് നീതി പുലർത്താത്ത, മനുഷ്യരോട് നീതി പുലർത്താത്ത ഒരു ആശയമാണ് മാർക്സിസം, ലെനിനിസം. അതിന് തർക്കമില്ല. ഓക്കെ, അപ്പോൾ വലിയ കാറ്റ് എന്തായാലും വലത്തോട്ട് തന്നെയാണ് വീശുന്നത്. വലത്ത് എന്ന് പറയാൻ പറ്റില്ലല്ലോ, സെൻട്രൽ ലെഫ്റ്റ് ആണ് അത്. ഇടത്ത് അല്ലെങ്കിൽ പിന്നെ BJPക്ക് ആണെന്ന് വെച്ചാൽ വലതും, കോൺഗ്രസിന് അനുകൂലമാണെങ്കിൽ സെൻട്രൽ ലെഫ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും അവരെ വലത് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഏറ്റവും വലത് വലതുവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നത് CPM ആണ്. അതെ. അപ്പോ നമുക്ക് എന്തായാലും ഇന്നിവിടെ അടുത്ത ദിവസം തന്നെ നമ്മുടെ സർവേയുടെ അടിസ്ഥാനത്തിൽ ചർച്ച നമുക്ക് നടത്താം. ഇവിടെ തന്നെ കൂടാം. ഓക്കെ, എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി.